എല്ലാവർക്കും കേരള ഗോൾഡ് അപ്ഡേറ്റ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങുമ്പോൾ ഇക്കാര്യം ഓർമ്മിക്കണം. 24 കാരറ്റ് 100% സ്വർണം, 22 കാരറ്റ് 91.7% സ്വർണം, 18 കാരറ്റ് 75% സ്വർണം. എല്ലാ ദിവസവും സ്വർണവില കൃത്യമായും ഏറ്റവും ആദ്യം തന്നെ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ അമർത്തിയാൽ എല്ലാ ദിവസത്തെ സ്വർണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഓരോ വീഡിയോകളും ഒരുപാട് നേരത്തെ കഷ്ടപ്പെട്ടാണ് നിർമ്മിക്കുന്നതാണ്. തുടർന്നും ഈ ചാനലിൽ വീഡിയോകൾ ഇടണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റായി ചേർക്കുക. ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ 10,000 സബ്സ്ക്രൈബ് ആക്കി തന്ന അംഗങ്ങൾക്ക് ഒരുപാട് നന്ദി. ആശ്വാസം നൽകി സ്വർണം. പവന്റെ വിലയിൽ നേരിയ കുറവ്. ഇന്നത്തെ നിരക്കറിയാം. ഈ മാസത്തെ ഏറ്റവും കൂടിയ നിരക്ക് പവന് 54,288 രൂപ, ഗ്രാമിന് 6,786 രൂപ. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് പവന് 53,000 രൂപ, ഗ്രാമിന് 6,625 രൂപ. ഇന്ന് ജൂലൈ 20 ശനിയാഴ്ച. സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്നത്തെ 18 കാരറ്റ് സ്വർണവില 1 ഗ്രാമിന് 28 രൂപ കുറഞ്ഞ് 5,548 രൂപയായി. 8 ഗ്രാമിന് 224 രൂപ കുറഞ്ഞ് 44,384 രൂപയായി. 10 ഗ്രാമിന് 280 രൂപ കുറഞ്ഞ് 55,480 രൂപയായി. 100 ഗ്രാമിന് 2,800 രൂപ കുറഞ്ഞ് 5,54,800 രൂപയായി. കേരളത്തിൽ ഇന്നത്തെ 22 കാരറ്റ് സ്വർണവില 1 ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 6,780 രൂപയായി. 8 ഗ്രാമിന് 280 രൂപ കുറഞ്ഞ് 54,240 രൂപയായി. 10 ഗ്രാമിന് 350 രൂപ കുറഞ്ഞ് 67,800 രൂപയായി. 100 ഗ്രാമിന് 3,500 രൂപ കുറഞ്ഞ് 6,78,000 രൂപയായി. കേരളത്തിൽ ഇന്നത്തെ 24 കാരറ്റ് സ്വർണവില 1 ഗ്രാമിന് 38 രൂപ കുറഞ്ഞ് 7,397 രൂപയായി. 8 ഗ്രാമിന് 304 രൂപ കുറഞ്ഞ് 59,176 രൂപയായി. 10 ഗ്രാമിന് 380 രൂപ കുറഞ്ഞ് 7,970 രൂപയായി. 100 ഗ്രാമിന് 3,800 രൂപ കുറഞ്ഞ് 7,39,700 രൂപയായി. പവൻ വാങ്ങാൻ എത്രയാകും? സ്വർണവിലയിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ സ്വർണാഭരണം വാങ്ങുമ്പോൾ എത്ര രൂപ നൽകേണ്ടി വരും എന്ന് നോക്കാം. സ്വർണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി, നികുതി, ഹാൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയ കൂടി നൽകണം. ശരാശരി 5% പണിക്കൂലി, 3% GSTയും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം 59,000 രൂപ നൽകേണ്ടി വരും.